എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ 9ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ ആദ്യത്തെ അധ്യായമായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലേ. നമ്മൾ ജനിച്ചു വീഴുന്ന ഒരു സമയത്ത് നമ്മൾ ശിശുക്കളാണ്. അതിനുശേഷം കുറച്ച് മുതിർന്ന് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥിനികളായിട്ട് മാറും. അതിനുശേഷം നമ്മൾ യുവാക്കളായിട്ട് മാറും. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയുള്ള പൗരനും വനിതയും ഒക്കെ ആയിട്ട് മാറും. അതും കഴിഞ്ഞാണ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുക. അങ്ങനെ ഒത്തിരി ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത് അല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ എന്ന വർഗം ഒരുപാട് യുഗത്തിലൂടെ കടന്നു പോയിട്ടാണ് ഇന്നത്തെ യുഗത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഭൂമിയിലെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കുന്ന ഒരു ചെറിയൊരു രസകരമായിട്ടുള്ള അധ്യായമാണ് നമ്മുടെ 1ാമത്തെ അധ്യായം. അപ്പോൾ ഇവിടെ ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത ഉപകരണങ്ങൾ മാത്രമല്ല, ശരിയായ വസ്ത്രമോ ശരിയായ ഭക്ഷണമോ പരസ്പരം സംസാരമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ സമയത്ത് ഭൂമിയിൽ കല്ലുകളാണ് നമ്മൾ ആദ്യമായിട്ട് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ ആയുധങ്ങളെ ഉപയോഗിച്ച് തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിനെ പറയുന്ന പേരാണ് ശിലായുഗം എന്ന്. ശിലായുഗത്തിൽ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ മനുഷ്യർ കടന്നുപോയി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് 2 യുഗങ്ങൾ കാണാം, ശിലായുഗം, ലോഹയുഗം. അതിൽ തന്നെ ശിലായുഗത്തിന് 3 യുഗങ്ങളുണ്ട്: പുരാതന ശിലായുഗം, മധ്യശിലായുഗം, നവശിലായുഗം. അതുപോലെ തന്നെ ലോഹയുഗത്തിലെ 2 യുഗങ്ങളാണ് വെങ്കലയുഗം, ഇരുമ്പുയുഗം. ഈ 5 യുഗങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന ഒരു അധ്യായമാണ് നമ്മുടെ ആദ്യത്തെ അധ്യായം. അപ്പോൾ നമുക്ക് ശിലായുഗത്തിലെ ആദ്യത്തെ യുഗമായ പുരാതന ശിലായുഗം എന്താണെന്ന് നോക്കാം. അപ്പോൾ ശിലായുഗത്തിലെ ആദ്യത്തെ യുഗത്തെ പറയുന്ന പേരാണ് പ്രാചീന ശിലായുഗം എന്ന്. ഈ പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ശിലകൾ പരുക്കനായിരുന്നു. അതാണ് പ്രാചീന ശിലായുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ പരുക്കൻ ശിലകളെ ഉപകരണങ്ങളായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിനെ പറയുന്ന പേരാണ് പ്രാചീന ശിലായുഗം എന്ന്. അപ്പോൾ ഈ പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ ശിലകളെ ഉപയോഗിച്ചിരുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. നമുക്കറിയാമല്ലേ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ആദ്യം വെറുതെ കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രായമുണ്ട്. അതിനുശേഷം നമ്മൾ പതുക്കെ കമിഴ്ന്ന് കിടക്കാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങും. പിന്നെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ആരംഭം കുറിക്കും. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു തുടങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ശിലായുഗത്തിൽ ശിലകൾ ഉപയോഗിച്ചത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യത്തെ ഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രയോജനപ്പെടുത്തൽ. 2ാമത്തെ ഘട്ടമാണ് രൂപമാറ്റം വരുത്തൽ. 3ാമത്തെ ഘട്ടമാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഘട്ടവും എന്തായിരുന്നു എന്ന് വിശദമായിട്ട് നോക്കാം. പ്രയോജനപ്പെടുത്തൽ എന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ അതേ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. അതായത് നിലത്ത് വീഴുന്ന കിട്ടുന്ന ഒരു കല്ലിനെ നമ്മൾ അതേപോലെ തന്നെ ഉപകരണമായി ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടമാണ് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. 2ാമത്തെ ഘട്ടമാണ് രൂപമാറ്റം വരുത്തൽ. ആ സമയമായപ്പോൾ നമുക്ക് ലഭ്യമായ കല്ലുകളെ നമ്മൾ പതുക്കനെ രൂപമാറ്റം വരുത്താൻ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ട് രൂപമാറ്റം വരുത്താൻ തുടങ്ങി. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിച്ചിരുന്ന ആ ഒരു ഘട്ടമാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ ആവശ്യാനുസരണത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഓരോ ആവശ്യത്തിനും പ്രത്യേകം ഉപകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ആ ഒരു ഘട്ടത്തിന് പറയുന്നതാണ് ക്രമവൽക്കരണം എന്ന്. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ കുറച്ച് കല്ലുകളെ കാണാം അല്ലേ. ഉരുളൻകല്ല്, ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ, കൽച്ചിൽ ഉപകരണങ്ങൾ, വെട്ടി നിറുക്കാനുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ശില ഉപകരണങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉപകരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് തെളിവ് തന്ന കുറച്ചിടങ്ങളുണ്ട്. ഇന്നത്തെ പോലെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കാനോ പറ്റില്ലല്ലോ കാര്യങ്ങളൊക്കെ. അന്ന് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇത്തരം തെളിവുകൾ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഗുഹകളിലൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ എല്ലുകളിലൊക്കെ കല്ലുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചിട്ടിരുന്നു. ഈ ചിത്രങ്ങളിൽ നിന്നും പഠിച്ചെടുത്തിട്ടാണ് നമുക്ക് ഇത്തരം തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം തെളിവുകൾ കിട്ടിയ കുറച്ചിടങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫ്രാൻസിലെ ഷോവെ, അതൊരു കേവിൻ്റെ ഉള്ളിലെ പിക്ചറാണ്. ഇത് നമുക്ക് ഈ പുരാതന ശിലായുഗത്തിനെ കുറിച്ച് തെളിവ് തന്ന ഒരിടമാണ്. അതുപോലെ ഫ്രാൻസിലെ തന്നെ ലാസ്കോ. അതേപോലെ ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള ഒരു ശില്പമുണ്ട് റഷ്യയിൽ. അതിൻ്റെ പേരാണ് സറൈസ്ക്. ഇതും പുരാതന ശിലായുഗത്തിനെ കുറിച്ചുള്ള ഒരു തെളിവാണ്. ശേഷം ഫ്രാൻസിലെ തന്നെ കുസാക്ക്, ഗുഹയിൽ കോറിയിട്ട ഒരു ചിത്രമാണതും. അതുപോലെ സ്പെയിനിലെ
ലാഗാർമ ഗുഹയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥികളിലെ കൊത്തുപണി. ഇതൊക്കെ നമുക്ക് ഇത്തരം തെളിവുകൾ തന്നിട്ടുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇത്തരം ഒഴുക്കം വരകളും ചിത്രങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ അവർ തമ്മിൽ മറ്റൊരു ആശയവിനിമയ ഉപാധികളില്ലായിരുന്നു. പരസ്പരം സംസാരം പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ അവർ കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നത് ഇതേപോലെ ഒഴുക്കൻ വരകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും ഒക്കെ ആയിരുന്നു. അതേപോലെ മൃഗങ്ങളിലെ ചിത്രീകരണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ നോക്കിയില്ലേ, ഷോവെ, ലാസ്കോ ഗുഹകളിൽ നിന്നൊക്കെ കിട്ടിയ മൃഗങ്ങളിലെ ചിത്രീകരണം. അതുപോലെ തന്നെ മൃഗത്തിന്റെയും സ്ത്രീകളുടെയും കോറിയിട്ട രൂപം കുസാസ്ക് ഗുഹയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വീനസ് പ്രതിമ, സറസ്ക് റഷ്യയിൽ നിന്ന് കിട്ടിയത് വീനസ് പ്രതിമയാണ്. ഇതിലൊക്കെ നിന്ന് മനസ്സിലായിട്ടുള്ളത് ആശയവിനിമയത്തിന് അവർ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അനുഷ്ഠാനമായ വിശ്വാസപരമായിട്ടുള്ള ബന്ധം ഈ വരകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പെയിനിൽ കണ്ടിട്ടുള്ള ലാ ഗർമ ഗുഹ, അതിലെ അസ്ഥിയിലെ കൊത്തുപണികൾ അവരുടെ കലാവൈവിധ്യം, കുറച്ച് അത്തരം കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിരുന്നു. അപ്പോൾ ഇത്തരം തെളിവുകൾ നമ്മുടെ പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങൾ, കല്ലുകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരുന്നു പരുക്കൻ ശിലകളാണ് ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് എന്ന്. അത് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇതുപോലെ വീടുകളോ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ കൃഷിയോ മറ്റു ജീവന ഉപാധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ വേട്ടയാടുക, അത് ശേഖരിച്ചു കൊണ്ടുവന്ന് കഴിക്കുക, അത് മാത്രമായിരുന്നു ഉപജീവന മാർഗമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ചെറിയ സംഘങ്ങളായിട്ടായിരുന്നു സമൂഹത്തിൽ അന്ന് മനുഷ്യന്മാരെ കാണപ്പെട്ടിരുന്നത്. ആ ഒരു സമൂഹത്തിലെ അടിസ്ഥാന ഘടകങ്ങളെ പറയുന്ന പേരാണ് ബാൻഡുകൾ. ബാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 പേര് അടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ പല പല ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിട്ടായിരുന്നു മനുഷ്യന്മാർ സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നത്. അത് ആ ഒരു പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതയായിരുന്നു. പിന്നെ അതുപോലെ പുരുഷന്മാരായിരുന്നു വേട്ടയാടാൻ മുൻപിൽ നിന്നിരുന്നത്. പുരുഷന്മാർ വേട്ടയാടിയിരുന്ന മൃഗങ്ങളെ ശേഖരിച്ച് കൊണ്ടുവരുന്നത് സ്ത്രീകളായിരുന്നു. ഭക്ഷണം അന്ന് സംഭരിച്ചു വെച്ചിരുന്നില്ല. നമുക്കറിയാം 100ഓളം പേര് കൂടിയ ഗ്യാങ് ആയിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മൃഗത്തിനെ വേട്ടയാടിയാൽ തന്നെ അതപ്പം തന്നെ ഭക്ഷിക്കാനേ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഇന്നത്തെ പോലെ ശേഖരിച്ച് വെക്കാൻ ഫ്രിഡ്ജോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. പിന്നെ അതുപോലെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. നാടോടി ജീവിതമായിരുന്നു. ഇന്ന് ഇവിടുന്ന് വേട്ടയാടി ഒരു മൃഗത്തെ ഭക്ഷിച്ച് അവിടെ തന്നെ ഉറങ്ങി, പിന്നെ എന്ത് ചെയ്യും, കുറച്ചകലെ സ്ഥലത്തേക്ക് പോയി അവിടെ വേട്ടയാടി പിന്നെ അന്ന് അവിടെ തങ്ങും. അങ്ങനെ അങ്ങനെ നാടോടി ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ഇതൊക്കെയാണ് പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് ശിലായുഗത്തിലെ അടുത്ത യുഗമായ മധ്യശിലായുഗം എന്താണെന്ന് നോക്കാം. മധ്യശിലായുഗത്തിലെ ശിലകളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. നമുക്ക് കാണാം കുറച്ചുകൂടി ഒതുങ്ങിയ കല്ലുകളാണല്ലേ. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് നമ്മൾ മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ കല്ലുകളെ പറയുന്ന പേരാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ. അപ്പോൾ സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ പറയുന്ന പേരാണ് മധ്യശിലായുഗം എന്ന്. ആദ്യത്തെ മനുഷ്യർക്കിടയിൽ ആശയവിനിമയം വികാസം സംഭവിച്ചത് നമ്മുടെ ആദ്യത്തെ യുഗമായ പുരാതന ശിലായുഗത്തിലെ അവസാന കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ആ സമയത്ത് ആശയവിനിമയം എത്തിയിട്ടില്ലായിരുന്നു. ഇന്ത്യയിൽ അത് ആരംഭിച്ചത് മധ്യശിലായുഗത്തിലാണ്. ഇതുപോലെ തന്നെ മധ്യശിലായുഗത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട്. അത് ഇന്ത്യയിൽ മധ്യപ്രദേശിലെ ഭിംബെട്ക, ലഗ്ജാവോർ, ഖദോട്ടിയ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് മധ്യശിലായുഗത്തിൽ മനുഷ്യർ ഏതുതരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെയുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതിയിലെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ചെറിയ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് മൈക്രോലിത്തുകൾ, സൂക്ഷ്മ ശില ഉപയോഗം അതായിരുന്നു മധ്യശിലായുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ അന്ന് മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. വെള്ളങ്ങളുള്ള പ്രദേശത്ത് നിന്ന് മീൻ പിടിച്ചിട്ടും അവർ ഭക്ഷിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ മൃഗങ്ങളെ ഇണക്കി വളർത്തിയതും ഈ ഒരു മധ്യശില യുഗത്തിലെ കാലഘട്ടത്തിലാണ്. പതുക്കെ കുറച്ച് വിനോദങ്ങളും ഇവർ ആരംഭിച്ചു. നമുക്ക് ഈ പിക്ചറിലൊക്കെ നോക്കിയാൽ കാണാം, അവർ കൂട്ടം കൂടി കൈകോർത്ത് നിന്ന് നിരയായി നിൽക്കുന്ന പല പിക്ചറുകളും അന്ന് അവർ ഗുഹകളിൽ കോറിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ അനുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം അതും മധ്യശിലായുഗത്തിൽ കാണപ്പെട്ടിരുന്നു. ഈ മധ്യശിലായുഗത്തിൽ അതിൻ്റെ തെളിവുകൾ കിട്ടിയ കേന്ദ്രങ്ങൾ ഇന്ത്യക്ക് പുറമെ സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ, അതേപോലെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിൽ നിന്ന്, അതേപോലെ സരൈ നഹർ റായ് ഉത്തർപ്രദേശിലെ ഇന്ത്യ, ഇതും മധ്യശിലായുഗത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. നമുക്ക്
ശിലായുഗത്തിലെ മൂന്നാമത്തെ യുഗമായ നവീന ശിലായുഗം എന്താണെന്ന് നോക്കാം. മെയിൻ മേക്ക് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് എന്ന എഴുത്തുകാരൻ മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ 2 സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ആ 2 സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെ ആരംഭവുമാണ്. ഇത് രണ്ടും ആരംഭിച്ചതോടുകൂടി മനുഷ്യരിലെ, അതായത് നവീന ശിലായുഗത്തിലെ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യൻ തുടക്കം കുറിച്ചു. അപ്പോൾ കൃഷിയൊക്കെ ആദ്യമായിട്ട് ആരംഭിച്ച ഒരു മാപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ ഒരു ഏരിയയൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു പ്രദേശത്ത് കൃഷിയുടെ ആരംഭം ഉണ്ടായി. ഇതിനെ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ് പറയുന്നത്. അതായത് ഫലഭൂഷ്ടമായ ചന്ദ്രക്കല. ഒരു വളഞ്ഞൊരു കർവ് മാതിരിയാണ് ഈ ഒരു പ്രദേശം കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ അങ്ങനെ വിളിക്കുന്നത്. നവീന ശിലായുഗമായപ്പോഴത്തേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നവീന ശിലായുഗമായപ്പോഴത്തേക്കും ജനസംഖ്യ നന്നായിട്ട് വർദ്ധിച്ചിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഭക്ഷണം ലഭിക്കാതെ വന്നു. വേട്ടയാടൽ മാത്രം ഉപജീവനം മറക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ചെയ്യാനും ആരംഭിച്ചത്. മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, അതായത് ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഏരിയയിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങി. അപ്പം അതും ഭക്ഷണം കൂടുതലായിട്ട് ആവശ്യമായിട്ട് വന്നു. അതുപോലെ തന്നെ സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഭക്ഷ്യോൽപാദനങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം, അതായത് ആ ഒരു സമയത്തിനും നമുക്ക് കൃഷിക്ക് ആവശ്യമായ വിധത്തിൽ കുഴിയെടുക്കാനും മണ്ണിളക്കാനും ഒക്കെ പറ്റിയ കല്ലുപകരണങ്ങൾ കണ്ടുപിടിച്ച് തുടങ്ങിയിരുന്നു. ഇതൊക്കെയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ചെയ്യാനും ഒക്കെ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. അടുത്തതായിട്ട് നവീന ശിലായുഗത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുരാതന ശിലായുഗത്തിൽ നമ്മൾ പരുക്കനായിട്ടുള്ള ശിലകളെയാണ് ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. മധ്യശിലായുഗത്തിൽ വലിപ്പം കുറഞ്ഞ ശിലകൾ ആണ് നമ്മൾ ശിലകളായിട്ട് അല്ലെങ്കിൽ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. നവീന ശിലായുഗം എത്തിയപ്പോൾ മിനുസപ്പെടുത്തിയതും അതേപോലെ മൂർച്ചയുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇത്തരം മൂർച്ചയുള്ള ഉപകരണങ്ങളായതുകൊണ്ട് തന്നെ അത് മണ്ണിൽ കൃഷി ചെയ്യാൻ, മരം മുറിക്കാൻ, മണ്ണുഴുതാനൊക്കെ മനുഷ്യരെ സഹായിച്ചു. അതുപോലെ തന്നെ കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ നമ്മുടെ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തിയിരുന്നു. ഇതിനു മുമ്പ് മൃഗങ്ങളെ വേട്ടയാടി മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. ഭക്ഷണം മതിയായ അളവിൽ നമുക്കന്ന് ലഭിച്ചിരുന്നില്ല. കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ തുടങ്ങിയപ്പോൾ പക്ഷേ ഭക്ഷണ ദൗർബല്യം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് വസിക്കാൻ തുടങ്ങി. കാരണം കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് തന്നെ താമസിക്കലാണല്ലോ ഒന്നും കൂടി നല്ലത്. അതുകൊണ്ട് തന്നെ സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. അതുപോലെ തന്നെ ഈ യുഗത്തിൽ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ തൊഴിൽ വിഭാഗം തുടങ്ങിയത് നമ്മുടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് കാരണമായി. പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗത്തെ വിശേഷിപ്പിച്ചിരുന്നത് നവീന ശിലായുഗ വിപ്ലവം എന്നാണ്. അത്രയും മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഇത്. നവീന ശിലായുഗത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്നത് ജെറിക്കോ, ഫലസ്തീൻ, അതുപോലെ ജാർമോ ഇറാഖ്, അലികോഷ് ഇറാൻ, മെഹർഗഡ് പാകിസ്ഥാൻ. ഈ അധ്യായത്തിലെ അടുത്ത ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.